ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണവ്. പക്ഷെ അതൊന്നും കണ്ടു നിൽക്കാൻ ശിവാനിക്ക് കഴിയില്ല. അങ്ങനെ ഗൗതം വരുന്നില്ല, താൻ ഒറ്റപ്പെട്ടു, തനിക്ക് അച്ഛനമ്മയില്ല എന്ന ഒരു തോന്നലുണ്ട്. പക്ഷെ ഇവിടെ പഴയതുപോലെ എൻ്റെ ഏട്ടൻ പോണേ എന്നുള്ള തീരുമാനം തന്നെ പ്രണവ് എടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ നിധിയും വന്ന് പറയുമ്പോൾ പിന്നീട് ഗൗതം പോവാമെന്ന തീരുമാനത്തിലൂടെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലാണ്. ഇതേ സമയം വസുന്ധരയും ഈ പറയുന്ന പാറുവും എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കാണ്. അപ്പൊ ഗൗതമിന്റെ ആ വരവ് കാണുമ്പോൾ വസുന്ധര പറയാണ്, എൻ്റെ മകൻ എന്നും പഴയതുപോലെ ആ പ്രൗഢിയോട് കൂടി തന്നെ എൻ്റെ മകൻ ഇനിയും ഓഫീസിലോട്ട് പോകണം. ഇപ്പൊ എൻ്റെ മകൻ ആ പഴയ മകനേക്കാൾ ഒന്നും കൂടി വളർന്നിരിക്കുന്നു. നീയാണ് ആ ഓഫീസിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത്, ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ പാറു പറയണേ, എനിക്ക് സമാധാനമായി മോനെ, നീ ഞങ്ങളുടെ മകൻ തന്നെയാണ്. ഒരിക്കലും ഈ സത്യങ്ങൾ അറിഞ്ഞ് എന്ന് കരുതി നീ ഒരിക്കലും ഞങ്ങളുടെ മകനാവാതിരിക്കില്ല. അപ്പൊ പ്രണവ് പറയണേ, എൻ്റെ ഏട്ടൻ എന്നും ഏട്ടനാണ്, എൻ്റെ ഏട്ടൻ്റെ കീഴിൽ ജോലി എടുക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിധി പറയണേ, എത്രമാത്രം ഇവരൊക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഗൗതം, അത് നീ മനസ്സിലാക്കേ. നീ ഈ ഒരു പഴയതൊക്കെ കളയെ, നിന്റെ മനസ്സിൽ കയറിക്കൂടിയ ഈ ടെൻഷനൊക്കെ കളയെന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം തീരുമാനിക്കാണ്, വേണം പുറത്തിറങ്ങണം എന്ന തീരുമാനവുമായി പോവാണ്. എന്നാൽ ഈ സമയം എന്നും അവൻ അടിമയെ പോലെ ജീവിക്കാനാണ് അവന്റെ ഉദ്ദേശം എന്ന് ശിവാനി ചിന്തിക്കുന്നുണ്ട്. പ്രണവിനെ കുറിച്ചാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ ഗൗതം ഓഫീസിലോട്ട് ചെല്ലാണ്. ഇത് കാണുമ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷമാവാണ്. പാറുവിനും വസുന്ധരക്കും ഗോപിക്കും ഒക്കെ പഴയ ഗൗതമായി വരണം. ആ കളിയും ചെറിയ ആ മുഖത്തെ പ്രസരിപ്പൊക്കെ അവന് തിരിച്ചു നൽകണം എന്നുള്ള തീരുമാനം അവർ മൂന്നുപേരും ഒരുമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിർമ്മല എന്ന ആ കഥാപാത്രം ഇനി അവസാനിക്കാണ്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും വരും. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എങ്ങനെ ഇവർ ഓഫീസിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ ഗൗതം ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് ഗൗതമിനെ നോക്കുന്നത്. അത് കാണുന്ന ഗൗതമിന് വളരെ വേദനയാവണേ. പ്രണവും ഈ പറയുന്ന ഗൗതമും നിധി ഇല്ല കേട്ടോ, ഇവരുണ്ടാളും ആദ്യം ഇറങ്ങുന്നത്, നിധി പിന്നീടാ വരിക. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ പരസ്പരം കൂടി നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയണേ, ഈ ഗൗതം ആരാണെന്ന് അറിയോ, ഈ കമ്പനിയിലെ വലിയ മുതലാളിയാണെന്ന് കരുതി നമ്മളെല്ലാവരും അവരെ ഇങ്ങനെ സാറ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പൊ ഇവർ ഈ കമ്പനിയുടെ ആരും അല്ല അത്രേ, ഇവര് ദത്തെടുത്തതത്രേ, ഇവര് ദത്തെടുത്ത മകനത്രേ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. ശരിക്കും ഈ കമ്പനിയുടെ മുതലാളി പ്രണവാണ് എന്നൊക്കെ, പ്രണവ് സാറാണ് എന്നൊക്കെ ഒരാൾ പറയുന്നു. അതും കേട്ട് ഗൗതം കണ്ടില്ലെന്ന് നടിച്ച് പോവാണ്. അപ്പോഴേക്കും പ്രണവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പ്രണവും കണ്ടില്ലെന്ന് നടിച്ചു പോവാണ്. അങ്ങനെ ഇവര് മുന്നോട്ട് പിന്നീട് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറൊരുത്തന്നെ ഉണ്ടാവും. അത് CKC ആക്കിയ ആളായിരിക്കും. അവന് മൊത്തത്തിൽ CKC ആക്കിയ ആളാണ് കേട്ടോ. അങ്ങനെ അയാൾ പറയണേ, ഇയാളിപ്പോ ഈ കമ്പനിയുടെ മാനേജർ അല്ല, ഈ കമ്പനിയുടെ MD അല്ല, ഇയാൾ ഈ കമ്പനിയുടെ ആരുമല്ല, ബെസ്റ്റ് ബിസിനസ്മാൻ എന്ന പദവിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് സ്വന്തം വ്യക്തിത്വം പോലും ഇയാൾക്കില്ല, അച്ഛനില്ല, അമ്മയില്ല, ഇയാളൊരു ദത്തുപുത്രനാണ് എന്ന് പറയുമ്പോൾ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് എത്തുക. എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒപ്പിടുന്നത്? അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയുന്നുണ്ട്, ഈ പേപ്പേഴ്സുകളിൽ ഒപ്പിടണം എന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന പ്രണവ് ഏട്ടന്റെ കൈകൾ, ഏട്ട ഒപ്പിടേണ്ട, പ്രണവ് സാറാണ് ഒപ്പിടേണ്ടത്, കാരണം ഇയാൾക്ക് ഈ കമ്പനി യാതൊരുവിധ സ്ഥാനവുമില്ല, ഇയാളൊരു ദത്ത് എടുത്ത് വളർത്തിയ ഏത് അനാഥാലയത്തിൽ നിന്നാണ് ഇയാൾ ദത്തെടുത്തെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ആ സമയം നിധി പറയണേ, നിങ്ങളിപ്പോൾ അനാഥാലയം ദത്തുപുത്രനാണെന്ന് നിങ്ങൾ അറിയണ്ട, ഗൗതമാണ് ഈ കമ്പനിയുടെ MD, അത്രമാത്രം നിങ്ങൾക്ക് അറിഞ്ഞ പോലെ. അങ്ങനെ പറ്റത്തില്ല മേഡം, മേഡത്തിന് ഒരു വ്യക്തിത്വമുള്ള ഒരാളെ കല്യാണം കഴിച്ചെങ്കിലല്ലേ ഒന്ന് പറയാ അഡ്രസ്സ് വേണ്ടേ? ഇയാളുടെ അച്ഛൻ, ഇയാളുടെ അമ്മ ആരെന്ന് ചോദിച്ചേ എന്ത് അഡ്രസ്സാണുള്ളത്? നാളെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗൗതമെ അങ്ങ് ദേഷ്യം പിടിച്ച് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതേ ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചാൽ പഴയ കമ്പനിയുടെ MD ആണെന്നൊന്നും വിചാരിക്കില്ല. അന്ന് നിങ്ങൾ ഈ കമ്പനിയുടെ ആരൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ബഹുമാനിച്ചു നിന്നിരുന്നത്. ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമില്ല, കറക്റ്റിന് കിട്ടും. പ്രണവ് സാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും, ഇയാൾ പറഞ്ഞ് കേൾക്കില്ല. അപ്പോഴേക്കും നിൽക്കങ്ങ് ദേഷ്യം പിടിക്കാനിട്ട, എന്താണ് നിങ്ങളീ പറയുന്നത്? നിങ്ങൾ ഇവിടെ വന്ന് ശബ്ദം കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ പോലീസിനെ വിളിക്കും, ഇത് ഞങ്ങളുടെ കമ്പനി തന്നെ എന്ന് അപ്പോഴേക്കും പറയുന്നു. അപ്പൊ പ്രണവം പറയണേ, എൻ്റെ ഏട്ടൻ്റെയും എൻ്റെയും കമ്പനിയാണ്, അങ്ങനെ ഞങ്ങൾ കമ്പനികൾ തമ്മിൽ വേർതിരിച്ചിട്ടില്ല എന്ന സത്യം വ്യക്തമാക്കുന്നു കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കാണ് അയാൾക്ക്. അയാൾ പറയാണ്, ഞങ്ങൾ പോലീസിനെ വിളിച്ചാലും ശരി, ആരെ വിളിച്ചാലും ശരി, ഞാൻ പറയാനുള്ളത് പറയും, ഇയാൾ ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമിന്റെ മുഖത്തോട്ട് ആ പേപ്പറുകൾ അങ്ങ് എറിയണം കേട്ടോ. ഇതോടുകൂടി ഗൗതമിന് വീണ്ടും ദേഷ്യം പിടിക്കുന്നത്, എന്താടാ നീ കാണിച്ചത്? ഞങ്ങളുടെ ശമ്പളത്തിൽ നിൽക്കുന്ന നീ ഇത്രമാത്രം വളർന്നോ? അപ്പോഴേക്കും അയാൾ പറയാണ്, പോലീസിനെ ഞാനങ്ങ് വിളിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അയാൾ
തൻ്റെ പേഴ്സ് എടുക്കണം. അതോടുകൂടി നിധി ഒരൊറ്റ തട്ട് ആ പേഴ്സ് അങ്ങ് തട്ടുമ്പോൾ ആ പേഴ്സിൽ കാണുന്ന CKCയും അയാളും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആയിരിക്കട്ടോ ഇത്. എല്ലാവരും കാണാണ്, ഈ പറയുന്ന പ്രണവും ഗൗതമും ഒക്കെ കാണാണ്. അവിടെ അപ്പോഴേക്കും പോലീസും എത്തൽ കഴിയാണ്. CKC ആക്കിയ പോലീസ് തന്നെയാണ്. എന്താ ഇവിടെ പ്രശ്നം, എന്തിനാ ഇവിടെ പിടിച്ച് തള്ളു വലിയൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പ്രണവ് പറയണേ, ഇത് ഞങ്ങളുടെ കമ്പനിയാണ്, എൻ്റെ ഏട്ടൻ ദത്തപുത്രനാണെന്നും പറഞ്ഞ് ഇവരുടെ കമ്പനി ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ കമ്പനിയിൽ ആര് കൈകാര്യം ചെയ്യണം ആര് കൈകാര്യം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, അല്ലാതെയും കണ്ട് ഇയാളല്ല. ഇയാൾ CKCയുടെ വാക്കും കേട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നിധി പരാതി കൊടുക്കുകയാണ്. CKCയുടെ വാക്ക് കേട്ടിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇയാളും CKC ഒറ്റ കെട്ടാണെന്ന് പറഞ്ഞ് അയാളെ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതമിന് എല്ലാ സ്റ്റാഫുകൾക്കും മുന്നേ വലിയ വേദന തന്നെയാവുകയാണ്. അങ്ങനെ ഗൗതം അവിടെ നിന്ന് പ്രണവിനോട് പറയണം, ഞാൻ പോവാണ്, എന്നെനിക്ക് ഈ ഒരു ഓഫീസിലിരിക്കാനുള്ള ആ ഒരു ഇതില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നിധിയെയും കൊണ്ട് ഗൗതം ഇറങ്ങാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ശിവാനിയും ജ്യോതിയും CKCയും കൂടി ഒരുമിച്ച് സംസാരിക്കുകയാണ്. അതിലൊരു ഗുണ്ടയും ഉണ്ട്. അപ്പോൾ തന്നെ ശിവാനി പറയാം, എന്താ പ്ലാന്? അവനെ ആ ഓഫീസിൽ നിന്നും എല്ലാവരും അവനെ പുച്ഛ മനോഭാവത്തോടു കൂടി ദത്തുപുത്രൻ എന്നും അനാഥാലയത്തിൻ്റെ പേരും അച്ഛനമ്മമാരില്ലാത്ത അഡ്രസ്സ് ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവരിന്ന് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓഫീസിൽ കയറി അവൻ തിരികെ വീട്ടിലോട്ട് തന്നെ വരുന്നു എന്ന് പറയുന്നു കേട്ടോ. ഇനി നിൻ്റെ പ്രണവാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അത് കേൾക്കുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ശിവാനി പറയണം, എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അങ്കിള് നടത്തി തന്നല്ലോ, ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ശിവാനി പറയണേ, ഇനി ഞാൻ അധികം നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ CKC പറയണേ, ഇയാൾ നിന്നെ കൊണ്ടുവിടും, ഈ കാറിൽ നീ കയറിക്കോ എന്നും പറഞ്ഞ് അയാളുടെ കാറിൽ കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മളിങ്ങനെ പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും പ്രശ്നമാണെന്ന് പറഞ്ഞ് ജ്യോതി പറഞ്ഞ് അയക്കുന്നുണ്ട്. ഈ സമയം ഗൗതമും നിധിയും വഴിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവരാണെങ്കിൽ ഇവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിധി ഇങ്ങനെ കടന്നു വരുമ്പോൾ പെട്ടെന്ന് കാണാം ഒരു കാറിൻ്റെ ഗ്ലാസ്സിന് ഉള്ളിൽ നിന്ന് ശിവാനി ഇവരിങ്ങനെ മറികടക്കുന്ന കാണുമ്പോൾ നിധി കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ശിവാനി ഗ്ലാസ്സിന് താഴോട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന കേട്ടോ, ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അത് നിധി കാണുന്നുണ്ട്. അപ്പം നിധിക്ക് ഒരു പന്തികേട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഗൗതമിനോട് പറയുന്നില്ല. പക്ഷെ ഗൗതമിൻ്റെ മനസ്സിലാണെങ്കിൽ ആ ആളുകൾ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ, അത് വലിയ വേദന തന്നെ ഗൗതമിനിങ്ങനെ ആവുകയാണ്. തന്നെ ഇങ്ങനെ പുച്ഛ മനോഭാവത്തോടു കൂടി തള്ളിവിടുന്ന ആ ആളുകളുണ്ട്, അതായത് അഡ്രസ്സ് ഇല്ലാത്തവൻ, അച്ഛനില്ലാത്തവൻ, അമ്മയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിനോടുകൂടി നിൽക്കുമ്പോൾ തൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് വേറൊരു വണ്ടി നിർത്തുന്നു. അത് കാണുന്നതിനോട് കൂടിയിട്ട് ഗൗതം ആരെന്നറിയാൻ ദേഷ്യത്തോടു കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഇവരായിരിക്കൂട്ടോ, CKC ആയിരിക്കട്ടെ, CKCയും ജ്യോതിർമായി ആയിക്കോട്ടെ. ഇവരെ കാണുന്നതിനോട് കൂടി ഗൗതം, എടാ നീ എന്താടാ കാണിക്കുന്നത്, വണ്ടിയുടെ മുന്നിൽ വന്ന് കളിക്കുന്ന, നീ എൻ്റെ കമ്പനിയിൽ ആളെ വെച്ച് എന്നെ പരിഹസിക്കുന്ന എന്ന് പറയുമ്പോൾ ഞങ്ങൾ പരിഹസിച്ചത് എന്താ കുഴപ്പം, ഞാൻ അങ്ങനെ ആളെ വെച്ചതിലും എനിക്ക് യാതൊരുവിധ തെറ്റുമില്ല, കാരണം നീ ഒരു വ്യക്തിത്വമില്ലാത്തവനും, നീ അഡ്രസ്സ് ഇല്ലാത്തവനും, അച്ഛനില്ലാത്തവനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിട്ട. അത് കേട്ടോടെ തന്നെ നിധി പറയണേ, നീ ആരുടെ നീ സംസാരിക്കുന്ന അറിയാം, ഈ കമ്പനിയിലെ ആ കമ്പനി ഇന്ന് ഈ നിലക്കെത്തി എൻ്റെ ഗൗതമാണ്. ഗൗതം ഈ കമ്പനിയിൽ തന്നെ വലിയൊരു ബിസിനസ്മാൻ ആണ് എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി വലിയ ഇഷ്ടമൊന്നും CKCക്ക് തോന്നില്ല. CKC ആണെങ്കിലോ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല ഒരു ബിസിനസ്മാൻ. ഇപ്പൊ ഞാനാടാ, നീയല്ല, നിനക്ക് അങ്ങനെ ഒരു ബിസിനസ്മാൻ അല്ലടാ നീ. കാരണം എന്താണെന്നറിയോ, നിനക്ക് അതിനുള്ള കഴിവില്ല. ഇപ്പൊ എനിക്കാണ്, നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, അങ്ങനെയുള്ളവനൊക്കെ അങ്ങനെ ഈ കമ്പനിയിൽ ഇന്ന് ബെസ്റ്റ് ബിസിനസ്മാൻ എന്ന അവാർഡ് തരും. ആരും തരില്ല. എൻ്റെ അച്ഛൻ്റെ പേര് നിനക്കറിയോ, ശങ്കരൻ, എൻ്റെ അമ്മയുടെ പേര് പാർവതി, നിനക്ക് അങ്ങനെ ഒരു പേര് പറയാനുണ്ടോ, നിനക്കുണ്ടോടാ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ചങ്ങനങ്ങ് പിടിക്കാനിട്ടാ അയാളുടെ കഴുത്തിന് പിടിച്ചേടാ, വൃത്തികൊട്ടവനെ, നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയുന്നുണ്ട്, CKC പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്, നിനക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആരാണുള്ളത്, നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. വളരെ പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കാണ്. അത് കണ്ട് ചിരിക്കാണ് ജ്യോതിർമായി. അപ്പൊ അത് കണ്ടു നിൽക്കാൻ നിധിക്ക് കഴിയില്ല. അപ്പോഴേക്കും നിധിയുടെ സ്വഭാവം അങ്ങ് മാറാണ്. നിധി അങ്ങ് ദേഷ്യഭാവത്തോടു കൂടി നിധി പറയാണ്, ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഗൗതമിന് അച്ഛനില്ല, അമ്മയില്ല എന്നുള്ള ആ കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ ഗൗതമിന് അച്ഛനില്ല, അമ്മയില്ല എന്നുള്ളത്? നീ ഏറ്റവും അറിഞ്ഞിരുന്നോ എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ അതങ്ങ് കേൾക്കുമ്പോ പെട്ടെന്ന് CKC ഇങ്ങനെ ഞെട്ടി നിൽക്കണം. എൻ്റെ ഗൗതമിന് അച്ഛനും ഉണ്ട്, എൻ്റെ ഗൗതമിന് അമ്മയുണ്ട്, അവരാരാണെന്ന് തനിക്ക് അറിയണോ? ഗൗതം
അഡ്രസ്സ് ഇല്ലാത്തവനല്ല, ഗൗതമിന് അഡ്രസ്സ് ഉണ്ട് എന്ന് പറയട്ടെ. അപ്പൊ ഇത് കേൾക്കുന്ന ഗൗതം തന്റെ അച്ഛനും അമ്മയും നിധിക്ക് ഇത്ര നാളും അറിയായിരുന്നു, തന്നെ കബളിപ്പിക്കുകയായിരുന്നു നിധി എന്ന ഭാവത്തോടു കൂടി നിൽക്കുമ്പോൾ CKCയും ജ്യോതിർമയും ആകെ ഞെട്ടി നിൽക്കാനിട്ട് ആരാണ് ഇവരുടെ അച്ഛനും അമ്മയും എന്ന്. അപ്പൊ എന്തായാലും ഇനി സത്യങ്ങൾ പുറത്തു വരുമ്പോ ഇനിയിപ്പോ ഈ ചെയ്തതെല്ലാം തന്റെ മകനോട് തന്നെയാണ് എന്നുള്ള സത്യം CKC മനസ്സിലാക്കുമ്പോ അന്ന് കഴിഞ്ഞു CKCയുടെ ജീവിതം കേട്ടോ. പിന്നീട് ജ്യോതിർമ ഈ CKCയെ ചുരുട്ടിക്കുട്ടി മുക്കിലിടുന്ന ആക്കിയെടുക്കുന്ന സീനൊക്കെ വരാനിരിക്കുന്നുണ്ടേ.